വെൽക്കം ബാക്ക് ടു സിവിൽ ടെക്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്ലോറിൻ്റെയും ഡാം പ്രൂഫ് കോഴ്സിൻ്റെയും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അധികം വെയിറ്റേജ് ഉള്ളൊരു ചാപ്റ്റർ അല്ല ഈ ഡാം പ്രൂഫ് കോഴ്സ് എന്നൊക്കെ പറയുന്നത്. ഫ്ലോർ കുറച്ചുകൂടെ വെയിറ്റേജ് ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഇതുവരെയും റിപ്പീറ്റഡ് ആയിട്ട് ഒരുപാട് പ്രാവശ്യം ഫ്ലോറിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ സിമിലർ ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. സോ അപ്പോൾ നമുക്ക് ഇതുവരെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യാം. Then first one, in timber floor, dash form the wearing surface of the floor. Option A girder, B concrete, C floorboard, D asphalt. ടിമ്പർ ഫ്ലോറിൽ ആ ഒരു വിയറിംഗ് കോഴ്സാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ഫ്ലോർബോർഡ്. ഓപ്ഷൻ സി ഫ്ലോർബോർഡ്. ഇൻ ടിമ്പർ ഫ്ലോർ ഡാഷ് ഫോം ദി വിയറിംഗ് സർഫസ് ഓഫ് ദ ഫ്ലോർ. ഏതാണ് വിയറിംഗ് സർഫസ് ഓഫ് ഫോം ഓഫ് ദി വിയറിംഗ് സർഫസ് എന്തെന്ന് ചോദിച്ചാൽ ഫ്ലോർ ബോർഡാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എ ഫ്ലോർ കൺസ്ട്രക്റ്റഡ് വിത്ത് 4 to 6 mm മാർബിൾ ചിപ്സ് ഈസ് നോൺ ആസ്. മാർബിൾ ചിപ്സ് ആണ്, 4 to 6 mm ആണ്. നമുക്ക് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ടെറാസോ. ഇതിൽ ഓരോന്നും ടെറാസോ എന്താണ്, മൊസൈക്ക് എന്താണ്, മാർബിൾ, ലിനോളിയം ഇതൊക്കെ എന്താണെന്ന് അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് ഈസി ആയിട്ടിത് ആൻസർ ചെയ്യാൻ പറ്റും. ഇതിൽ തന്നെ നമ്മുടെ ലിനോളിയം എന്ന് പറയുന്നത് ഒരു മിക്സ്ചറാണ്. ലിൻസീഡ് ഓയിലിൻ്റെയും ഗം, റെസിൻ, പിഗ്മെൻറ്റ്സ്, വുഡ് ഫ്ലോർ, കോക്ക് ഡസ്റ്റ് ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ള, അതല്ലാതെ തന്നെ കുറച്ച് അതർ മെറ്റീരിയൽസ് കൂടെ ചേർന്നിട്ടുള്ള ഒരു മിക്സ്ചറാണ് ലിനോളിയം എന്ന് പറയുന്നത്. നമ്മൾ പൊതുവേ റെയിൽവേയുടെ ഗ്യാരേജസിലൊക്കെയാണ് ഈ ലിനോളിയം പ്രൊവൈഡ് ചെയ്യാറുള്ളത്. ഒരിക്കലും ടോയ്ലറ്റിൽ നമ്മൾ കൊടുക്കാറില്ല. അതുപോലെ തന്നെ മാർബിൾ എന്ന് പറയുമ്പോൾ അപ്പിയറൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സ്ഥലങ്ങളിലാണ്, എന്ന് വെച്ചാൽ സുപ്പീരിയർ വർക്ക്സിനും കാര്യങ്ങൾക്കും ഒക്കെയാണ് നമ്മൾ മാർബിൾസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ തേർഡ് ക്വസ്റ്റ്യൻ, an intermediate floor in any store over the hanging and overlooking a floor beneath is. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, മെസേനിയൻ ഫ്ലോർ. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ, ദ മോസ്റ്റ് സ്യൂട്ടബിൾ ഫ്ലോറിംഗ് ഫോർ ഡാൻസ് ഹാൾ. ഇത് ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പം ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഫ്ലോർ ഫോർ ഡാൻസ് ഹാൾ ആണ്. ആൻസർ വരുന്നത് വുഡൻ ഫ്ലോറിംഗ്. ആൻസർ വുഡൻ ഫ്ലോറിംഗ്. Then fifth question, which floor do not require formwork during construction? Precast concrete floor, double flange stone, jack arch floor, filler joist floor. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഡു നോട്ട് റിക്വയർ ഫോം വർക്കാണ് ഡ്യൂറിങ് കൺസ്ട്രക്ഷൻ. ഓക്കെ, അപ്പോൾ അതിൻ്റെത് പ്രീകാസ്റ്റ് കോൺക്രീറ്റ് ഫ്ലോർ ആണ് വരുന്നത്. ഓപ്ഷൻ എ ആണ്. ശ്രദ്ധിക്കുക, ഡു നോട്ട് റിക്വയർ ഫോം വർക്ക് ഡ്യൂറിങ് കൺസ്ട്രക്ഷൻ ആണ്. പ്രീകാസ്റ്റിന് ഒരിക്കലും ഫോം വർക്കിൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല. സിക്സ്ത് ക്വസ്റ്റ്യൻ, ദ ടൈപ്പ് ഓഫ് ഫ്ലോറിംഗ് പെർഫെക്റ്റ്ലി നോയ്സ്ലെസ് ഈസ് യൂസ്ഡ് ഇൻ തിയേറ്റർ ഈസ് നെയിംഡ് അസ്. ഇമ്പോർട്ടൻ്റ് ആണിത്. നോയിസ്ലെസ് എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. സോ നമ്മുടെ ആൻസർ വരുന്നത് കോക്ക് ഫ്ലോറിംഗ് ആണ്. ഓക്കെ, കോക്ക് ഫ്ലോറിംഗ് ആണെങ്കിൽ അവിടെ നോയ്സ് ഒന്നും എന്ത് ചെയ്യത്തില്ല, അധികം ഉണ്ടാവത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ തിയേറ്റേഴ്സിൽ യൂസ് ചെയ്യുന്നത് ഈ പറയുന്ന കോക്ക് ഫ്ലോറിംഗ് ആണ്. ഇത് ഔട്ടർ ബാർക്ക്, നമ്മുടെ ഓക്ക് ട്രീയുടെയൊക്കെ ഔട്ടർ ബാർക്ക് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പറയുന്ന കോക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ മെയിനായിട്ട് ചോദിക്കുന്ന ആ ഒരു കീവേഡും ഇതാണ്, നോയ്സ്ലെസ് ഫ്ലോർ. അതുപോലെ സൗണ്ട് പ്രൂഫാണ്, ടെമ്പറേച്ചർ പ്രൂഫുമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജനറലി ഡാഷ് ഫ്ലോറിംഗ് ഈസ് നോട്ട് റെക്കമെൻഡഡ് ഫോർ ബാത്റൂം ആൻഡ് കിച്ചൺ. അത് നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞതാണ്. ആൻസർ വരുന്നത് ലിനോളിയോ ആണ്. Then eighth question, the intermediate support of the binder in a triple joist timber floor. ആൻസർ ഓപ്ഷൻ സി ആണ്, ഗിർഡേഴ്സ്. അതുപോലെ തന്നെ ട്രിപ്പിൾ ജോയിസ്റ്റ് ടിമ്പർ പറയുന്ന സമയത്ത് അവിടെ ഗിർഡേഴ്സ് മാത്രമല്ല ബൈൻഡേഴ്സും ബ്രിഡ്ജിങ് ജോയിസ്റ്റും ഒക്കെ ഉണ്ട്. നമ്മളിത് പഠിക്കുന്ന സമയത്ത് ഇതിൻ്റെ സ്പാനാണ് അറിഞ്ഞിരിക്കേണ്ടത്. ഇതിൽ സ്പാനിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ സിംഗിൾ ജോയിസ്റ്റ് ആണ് വരുന്നതെങ്കിൽ, എന്താണ് സിംഗിൾ ജോയിസ്റ്റ് ടിമ്പർ ജോയിൻ്റ് ആണ് എങ്കിൽ 2.4 to 3.6 മീറ്റർ ആണ് വരുന്നത്. ഡബിൾ ജോയിസ്റ്റ് ആണ് എങ്കിൽ 3.6 to 7.5 മീറ്ററും, ട്രിപ്പിൾ ജോയിസ്റ്റ് ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ 7.5 മീറ്ററുമാണ് വരുന്നത്. സ്പാൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ ട്രിപ്പിൾ ജോയിസ്റ്റിന് വേറൊരു പേരുണ്ട്, ഫ്രെയിംഡ് ടിമ്പർ ഫ്ലോർ എന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ ഇതിൽ യൂസ് ചെയ്യുന്ന ജോയിൻറ്റും പ്രീവിയസ് ചോദിച്ചിട്ടുണ്ട്, ടസ്ക് ആൻഡ് ടെനൻ ജോയിൻറ്റ്. ഏതാണ് ടസ്ക് ആൻഡ് ടെനൻ ജോയിൻറ്റ്? ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. എക്സ്പോസ്ഡ് ടോപ്പ് സർഫസ് ഓഫ് ഫ്ലോർ ആർ ടേംഡ് ആസ്. എക്സ്പോസ് ചെയ്തിരിക്കുന്ന ആ ഒരു ഫ്ലോറിൻ്റെ ടോപ്പ് സർഫസിനെ പറയുന്ന പേരാണ് ചോദിച്ചേക്കുന്നത്. സോ ആൻസർ ഫ്ലോറിംഗ്.
ആൻസർ ഫ്ലോറിംഗ്. 10th question, ഡബിൾ ജോയിസ്റ്റ് ടിമ്പർ ഫ്ലോർ ഈസ് യൂസ്ഡ് ഫോർ സ്പാൻ അപ് ടു, നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ആൻസർ വരുന്നത് എത്രയാണ്? 7.5 മീറ്റർ. കാരണം ഡബിൾ ജോയിസ്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 3.6 to 7.5 മീറ്റർ ആണ്. അപ്പോൾ നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നത് എവിടം വരെ എന്നല്ലേ ചോദിച്ചേക്കുന്നത്. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, എവിടം വരെ. കാരണം സിംഗിൾ പറഞ്ഞപ്പോൾ 2.4 പറഞ്ഞു, അടുത്തത് 2.4 to 3 സിംഗിൾ എന്ന് പറയുന്നത് 2.4 to 3.6 പറഞ്ഞു, ഡബിൾ എന്ന് പറയുന്നത് 3.6 to 7.5 പറഞ്ഞു, അതുപോലെ ട്രിപ്പിൾ ആണ് 7.5 മീറ്ററിനേക്കാളും ഗ്രേറ്റർ എന്ന് പറഞ്ഞു. അപ്പോൾ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഏതാണ്? ഡബിൾ ജോയിസ്റ്റ് ടിമ്പറിൻ്റെ ഏത് വരെ എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഏത് വരെയാണ്? 3.6 to 7.5 മീറ്റർ വരെ. അപ്പോൾ ആൻസർ 7.5 മീറ്റർ. 11th question, ദ ജോയിൻറ്റ് യൂസ്ഡ് ഇൻ ഫ്രെയിംഡ് ടിമ്പർ ഫ്ലോർ. ഇതും നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തതേ ഉള്ളൂ. ഫ്രെയിംഡ് എന്ന് പറയുന്നത് ഏതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു? ട്രിപ്പിൾ ജോയിസ്റ്റിനെയാണ് നമ്മൾ ഫ്രെയിം എന്ന് പറയുന്നത്. സോ ആൻസർ എന്ന് പറയുന്നത് ടസ്ക് ആൻഡ് ടെനൻ ജോയിൻറ്റ്. തൊട്ട് മുന്നേ പറഞ്ഞതേ ഉള്ളൂ. 12th question, ഫ്ലോർ കമ്പോസ്ഡ് ഓഫ് മോർ ദാൻ വൺ മെറ്റീരിയൽ. മോർ ദാൻ വൺ മെറ്റീരിയൽ ആണെങ്കിൽ ആൻസർ വരുന്നത് കോമ്പോസിറ്റ് ഫ്ലോർ. മോർ ദാൻ വൺ മെറ്റീരിയൽ ആണെങ്കിൽ കോമ്പോസിറ്റ് ഫ്ലോർ. ജനറലി യൂസ്ഡ് തിക്നെസ് ഓഫ് ഫ്ലാഗ് സ്റ്റോൺ ഇൻ ഡബിൾ ഫ്ലാഗ് സ്റ്റോൺ ഫ്ലോർ. ആൻസർ വരുന്നത് 40 mm ആണ്. ഈ ഫ്ലാഗ് സ്റ്റോൺ എന്ന് പറയുമ്പോഴത്തേക്കും 40 mm തിക്കിൽ 2 ലെയേഴ്സ് ആയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. സ്പാൻ ഒരു 4 മീറ്റർ വരെയൊക്കെ വരാം. അതുപോലെ ഇതിൽ റോൾഡ് സ്റ്റീൽ ജോയിസ്റ്റൊക്കെയാണ് ഈ സ്പേസിങ്ങിൽ നമ്മൾ കൊടുക്കുന്നത്. ഒരു 30 to 40 cm സ്പേസിങ് ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ ജാക്ക് ആർച്ച് ഫ്ലോർ ദ റൈസ് ഈസ് കെപ്റ്റ് as. ജാക്ക് ആർച്ച് ഫ്ലോർ ആണ് പറഞ്ഞിരിക്കുന്നത്. ജാക്ക് ആർച്ച് ഫ്ലോറിന് ഓപ്ഷൻ ബി ആണ് 1/12 ഓഫ് സ്പാൻ ആണ് വരുന്നത്. ജാക്ക് ആർച്ച് ഫ്ലോർ എന്ന് പറയുമ്പോൾ 1/12 ഓഫ് സ്പാൻ ആണ് വരുന്നത്. ദെൻ 15th question, ദ ഫ്ലോർ വിച്ച് ഈസ് വൈഡ്ലി യൂസ്ഡ് ഇൻ കൺസ്ട്രക്ഷൻസ്. ഏത് ഫ്ലോർ ആണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന RCC ഫ്ലോർ ആണ്. ദെൻ 16th question, ദ ലോവസ്റ്റ് സ്റ്റോറി ഓഫ് ദ ബിൽഡിംഗ് ബിലോ ഓർ പാർട്ട്ലി ബിലോ ദ ഗ്രൗണ്ട് ലെവൽ. Cellar. Which flooring is suitable for warehouse, store, godown, etc. നമ്മൾ വെയർഹൗസിലും ഗോഡൗൺസിലും ഒക്കെ യൂസ് ചെയ്യുന്നത് ബ്രിക്കാണ്. 18th question, the flooring which is designed to transmit light to the floor below from upper floor. അപ്പർ ഫ്ലോറിൽ ലൈറ്റ് ടു ദി ഫ്ലോർ ബിലോ ഫ്രം അപ്പർ ഫ്ലോർ എന്ന് പറഞ്ഞാൽ അത് ഏത് തന്നെയാണ്? ഗ്ലാസ് ആണ് വരുന്നത്. ദ 19th question, ഫുൾ ഫോം ഓഫ് DPC. DPCയിലോട്ട് കയറിയിരിക്കുകയാണ്. DPC എന്ന് പറഞ്ഞാൽ എന്താണ്? ഡാം പ്രൂഫിംഗ് കോഴ്സ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെമി റിജിഡ് മെറ്റീരിയൽസ് യൂസ്ഡ് ഇൻ എക്സലൻറ്റ് ഡാം പ്രൂഫിംഗ്. ഹോട്ട് ബിറ്റുമിൻ, മാസ്റ്റിക് ആസ്ഫോൾട്ട്, ബിറ്റുമിനസ് ഫെൽറ്റ്. ക്വസ്റ്റ്യൻ സെമി റിജിഡ് മെറ്റീരിയൽ ആണ്. സെമി റിജിഡ് എന്ന് പറഞ്ഞാൽ അത് മാസ്റ്റിക് ആസ്ഫൾട്ട് ആണ്. 21st question, DPC ഈസ് പ്രൊവൈഡഡ് എബവ് ഡാഷ് ലെവൽ. DPC എന്ന് പറയുന്നത് ഈസ് പ്രൊവൈഡഡ് എബവ് ഡാഷ് ലെവൽ. ഫൗണ്ടേഷൻ, ബേസ്മെൻറ്റ്, പ്ലിന്ത്, ഫൂട്ടിങ്. ആൻസർ പ്ലിന്ത്. 22nd, for DPC the proportion of cement mortar is 1:3, 1:2, 1:4, 1:6. ആൻസർ DPCയുടെ സിമെൻറ്റ് മോട്ടാറിൻ്റെ പ്രൊപ്പോർഷൻ 1:2 ആണ് വരുന്നത്. For DPC at plinth the commonly adopted material is mastic asphalt, bitumen sheeting, cement concrete, metal sheeting. Answer cement concrete. DPC is measured in cubic meter, square meter, meter, cubic feet. നമുക്ക് ആൻസർ വരുന്നത് സ്ക്വയർ മീറ്റർ. ഫൈനൽ ക്വസ്റ്റ്യൻ, in which dam proofing method we adding certain compounds to the concrete mix to make the surface impermeable. ഇംപെർമിയബിൾ എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻറ്റഗ്രൽ ഡാം പ്രൂഫിംഗ്. ആൻസർ ഇൻറ്റഗ്രൽ ഡാം പ്രൂഫിംഗ്.